ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൈസായിട്ട് അജയ്യെ തൻ്റെ അടുത്തിരുത്താമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അഞ്ജന. അപ്പോൾ അജയ് 2 ദിവസം ലീവ് എടുത്ത് എന്നെ ഇരുന്ന് ശുശ്രൂഷിക്കട്ടെ, അവൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞു. അജയ് ആരാ പൊന്നുമോൻ, അഞ്ജനയുടെ ഒരടവും നമ്മുടെ അജയുടെ അടുത്ത് നടക്കില്ല, പറ്റില്ല, തനിക്ക് ജോലിക്ക് പോകണം എന്ന് തന്നെ പറഞ്ഞു. നേരത്തേക്കും എല്ലാവരും ഇങ്ങനെ അജയോട് ഇരിക്കാൻ പറഞ്ഞു. ഒരു ദിവസത്തെ ലീവ് എടുക്കാനൊക്കെ സത്യം പറയുമ്പോഴത്തേക്കും ഇല്ല, ഭൂമിയുടെ വീട്ടിൽ എനിക്ക് പോകണം, ഭൂമി ഒരു കത്ത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സത്യനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും അവരവരുടേതായ വഴിക്ക് പോയി. മോളോട് പോയി റൂമിൽ റെസ്റ്റ് എടുക്കും, പാലുമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നും പറഞ്ഞു സംഗീത അങ്ങോട്ടേക്ക് പോയി. ഈ സമയം ഈ കത്തിൻ്റെ കാര്യം കേട്ടതും ഭവാനിയുടെ കിളി പോയി. ഭവാനി ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ മകള് അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അമ്മ പരിസരം പോലും പെട്ടെന്ന് ഒരു സെക്കൻഡുകൾ മറന്നുപോയി. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അമ്മയോട് അമ്മേ അമ്മ എന്തിയാ ആലോചിക്കുന്നേ? അമ്മയുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു ടെൻഷൻ, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, നീ വാ, റൂമിലേക്ക് വാ, റെസ്റ്റ് എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നിട്ട് മോളെയും കൂട്ടി റൂമിലേക്ക് പോവാം. അങ്ങനെ റൂമിൽ കൊണ്ട് ചെന്ന് മോളെ എത്തി. അപ്പോഴും അമ്മ കത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ 2 പേരും കൂടി റൂമിലേക്ക് ചെന്ന് മോളെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്ത് ചെയ്യാൻ ആലോചിക്കുന്നു, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ അവളെ പറ്റി, ഭൂമിയെ പറ്റി ആലോചിക്കുകയായിരുന്നു എന്ന് ഭവാനി പറയാം. അവളുടെ അടുത്തേക്ക് അവൻ പോകുമെന്ന് പറഞ്ഞത് കേട്ടോ നീ? നിനക്ക് അത്ര പ്രാധാന്യം മാത്രമേ അവൻ തന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അവളെ വെറുതെ വിടാൻ പാടില്ലമ്മേ. അവളാണ് ശരിക്കും വില്ലത്തി ഇപ്പോൾ ശരിക്കും അറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അവളെയാണ് ആദ്യം നശിപ്പിക്കേണ്ടത്. അവളെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ എനിക്കിനി അജയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വില്ലത്തി വളർന്നുകൊണ്ടിരിക്കുക, അവളെ വളർത്താൻ പാടില്ല എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്, അതായത് അഞ്ജന അമ്മയോട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് അന്നേരത്തേക്കും ആ കത്തിൻ്റെ ഇതിങ്ങനെ കിടക്കുകയല്ലേ. അപ്പം ഇത്രയൊക്കെ ഭൂമിയെ പറ്റി പറഞ്ഞിട്ടും വലിയ പ്രതികരണമൊന്നും കാണാതെ വന്നപ്പോൾ അമ്മ എന്തൊന്നും പറയാത്തേ? അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭൂമിയെ പറ്റി പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണല്ലോ, ഇന്നെന്താ അമ്മയൊന്നും പറയാത്തേന്ന് ചോദിച്ചു. നീ പറയുന്നതൊക്കെ അമ്മ കേൾക്കുമായിരുന്നു, എന്ത് വേണമെന്നും അമ്മ ആലോചിക്കായിരുന്നു. എന്തായാലും അവളെ ഇങ്ങനെ വാഴാൻ അമ്മ അനുവദിക്കത്തില്ല. അജയ് ഇന്ന് അവളുടെ വീട്ടിൽ പോവുകയില്ല എന്നുള്ള രീതിയിൽ ഭവാനി ഇങ്ങനെ അഞ്ജനോട് പറയുകയാണ്. നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കുക, എന്ത് വേണമെന്ന് അമ്മയൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റിയാൽ അതായിരിക്കും അമ്മ ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭവാനിയോട് മോള് പറയുക. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ റെസ്റ്റ് എടുക്കുക, എന്ത് വേണമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചേച്ചി അങ്ങോട്ടേക്ക് പോകണം. അതിനുശേഷം പിന്നെ ഭവാനിക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. ഭവാനി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ടെൻഷൻ അടിച്ച്. ആ സമയത്തിന് അഞ്ജനി അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഭൂമിയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സംഗീത അഞ്ജനയ്ക്കുള്ള പാലുമായിട്ട് വന്നു. പാലൊക്കെ കൊണ്ട് കൊടുത്ത് മോള് ഇത് കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അജയ് പോവോ എന്ന് ചോദിച്ചപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയാം. പിന്നെ ജോലിയുടെ കാര്യത്തിന് അവനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നുള്ളത് മോൾക്ക് അറിയാവുന്നതല്ലേ എന്ന് സംഗീത ചോദിച്ചു. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പച്ചി പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് സംഗീത അങ്ങ് പോയി. ഈ സമയം കൊണ്ട് ഈ ഭവാനി ഫോണും എടുത്ത് ഓടി. വേറെ ആരെയല്ല, ഗുണ്ടയെ വിളിക്കാനായിട്ട്. അയാളെ വിളിക്കുവാണ്. ഹലോ, പറയൂ മാഡം, താൻ ഇത് എവിടെ പോയി കിടക്കുവാടോ? തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് താൻ എന്തെങ്കിലും കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ മുഴുവനും അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു, അവൾ വീട്ടിലേക്ക് വന്ന് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാഡം എന്നും പറഞ്ഞിങ്ങനെ പറയാം. അവൾ ഇന്നലെ വീട്ടിലേക്ക് വന്ന് കയറിയത് കൊണ്ട് ആ കത്തിനകത്തെ കാര്യങ്ങൾ അറിയാനും പറ്റി, അതുപോലെ അവളുടെ ലക്ഷ്യം എന്താണെന്നും അറിയാൻ പറ്റിയെന്ന് പറയും. എന്താ മാഡം, എന്താ കാര്യമെന്ന് ചോദിച്ചു. അവൾ ഇന്ന് ഹൈ റേഞ്ചിലേക്ക് പോവുകയാണെന്നും ആ കത്തിൽ അവളുടെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നും അവളുടെ അച്ഛൻ ആരൊക്കെയോ ശത്രുക്കൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ അവർ കൊല്ലുമെന്ന് അയാൾ അതിനകത്ത് എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ അമ്മ രക്ഷപ്പെടുമെന്നാണ് അവളുടെ വിശ്വാസം. അത് അങ്ങനെ തന്നെ സാധിക്കുമെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം നേരെ വട്ടം തിരിയുമെന്നുള്ള കാര്യവും പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം മേഡം അതുകൊണ്ടൊന്നും പേടിക്കണ്ട, ഭൂമിയെ തീർത്തിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. എടോ, ഭൂമിയല്ല ഇപ്പം നമുക്കിവിടെ തീരേണ്ടത്, മറിച്ച് ഭൂമിയുടെ കയ്യിലുള്ള കത്താണ്. ആ കത്ത് ഒരു കാരണവശാലും അജയുടെ കയ്യിലോ അവളുടെ പ്രൊഫസറുടെ കയ്യിലോ ഒന്നും എത്താൻ പാടില്ല. ആ കത്ത് അവളിൽ നിന്ന് തട്ടിയെടുത്തിരിക്കണം. അതിന് തനിക്ക് എന്ത് വഴി വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഞാനതൊക്കെ നോക്കാൻ വേണമെന്ന് പറയുമ്പം അവൾ ഇന്ന് ഹൈ റേഞ്ചിലേക്ക് പോകുമെന്നും അവളുടെ പ്രൊഫസറെ അവൾ ആ കത്ത് കൊണ്ടുവന്ന് കാണിക്കുമെന്നും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് അവൾ പറയുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവൾ പോകുന്ന സ്ഥലവും ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം. അപ്പോൾ അതേ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണെന്നും അവിടേക്കാണ് അവൾ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭവാനി ഈ ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ആ കത്തുമായിട്ടേ താൻ തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന കാര്യം
ഈ ഭവാനി തർപ്പിച്ചു പറയുകയാണ്. അങ്ങനെ ശരി മേഡം ഞാൻ ഏറ്റു മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഭവാനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഭവാനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായി, കത്ത് കയ്യിൽ കിട്ടണത് വരെ. ഈ സമയം കൊണ്ട് നമ്മുടെ അജയ് ഫ്രഷായി പോകാനായിട്ട് ഇറങ്ങുന്ന അജയോട് സംഗീത വന്നിട്ട് മോനെ ഇന്നൊരു ദിവസം അവളോടൊപ്പം ഇരുന്നിട്ട് പോടാന്ന് പറഞ്ഞു. പറ്റില്ല അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭൂമിയുടെ വീട്ടിൽ പോകണം, ഭൂമിയുടെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങിക്കണം, എന്താണെങ്കിലും ഈ ഒരു കാര്യം കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് മകൻ പറയുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് രാവിലെ തന്നെ ഹൈറേഞ്ചിന് പോയപ്പോൾ ലക്ഷ്മി ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഭൂമി രാവിലെ തന്നെ അവിടുന്ന് പോയി. കാരണം ഹൈറേഞ്ചിലാണ്, ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, അതുപോലെ തന്നെ അവിടെ എത്തിപ്പെടണം. അങ്ങനെ നമ്മുടെ ഭൂമി ആ കത്തുമായിട്ട് പോണു. ഈ ഭൂമി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവിടെ എത്തുന്നത് വരെ ആ ഗുണ്ട അയാൾ നമ്മുടെ ഭൂമിയുടെ പിന്നാലെ ഉണ്ട്. ഭൂമി കയറുന്ന വണ്ടിയുടെ പിന്നാലെ, അതുപോലെ ഭൂമി എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ അവിടെ ഇയാളിങ്ങനെ പുറകെ നടക്കുക. ഭൂമി ഇതൊന്നും അറിയുന്നില്ല. ഭൂമിക്കാണെങ്കിൽ കൃത്യമായിട്ടൊന്നും അറിയത്തുമില്ല. ഭൂമി എല്ലാവരോടും ചോദിച്ചും കണ്ടും കേട്ടും അറിഞ്ഞൊക്കെയാണ് പോണത്. അങ്ങനെ ഭൂമിയെ ഫോളോ ചെയ്ത് ഇയാളിങ്ങനെ പിന്നാലെ തന്നെ. എന്നിട്ട് ഭൂമി പിന്നെ ചെന്നു, ഹൈ റേഞ്ചിൽ ചെന്നു, ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഈ സാറിൻ്റെ വീട്ടിലേക്ക് വരിക. സാറിൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഇവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ആളുടെ വീടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം അയ്യോ സാർ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഭൂമി ഇതുമായിട്ട് ചെന്നപ്പോൾ സാർ അവിടെ ഇല്ല. ഈ ഗുണ്ട അവിടെയും നമ്മുടെ ഭൂമിയെ പിന്തുടർന്ന് ഭൂമിക്ക് കാണത്തില്ലാത്ത ഒരു മീറ്റർ അകലെ എന്ന് പറയാം ഇങ്ങനെ വന്ന് മാറി നിന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുവാണ്. ഇവനെങ്ങനെയെങ്കിലും ഈ ഇത് തട്ടിയെടുക്കണം, അതാണ് പുള്ളിയുടെ ആവശ്യം. അങ്ങനെ ഇതും നോക്കിക്കൊണ്ട് ഈ കഴുകൻ കണ്ണുകളുമായിട്ട് ഇയാളിങ്ങനെ ഭൂമിയെ തന്നെ വട്ടമിട്ട് പറന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ആ അടുത്ത തോട്ടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ അവിടെ ഇല്ല, സാർ എവിടെ പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറിനെ കാണാൻ എന്താ മാർഗമെന്നൊക്കെ ഭൂമി ഇങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ സാറിനെ കാണാൻ വന്നതെന്നൊക്കെ അയാളും ചോദിക്കുന്നുണ്ട്. അത്യാവശ്യ കാര്യം സാറുമായിട്ട് സംസാരിക്കാനായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും ഭൂമി ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ഭൂമിയും ആ ചേട്ടനും കൂടെ സംസാരിക്കുന്നതല്ല ഇയാൾ അപ്പുറം മാറി നിന്ന് ഇങ്ങനെ ശരിക്കും കേൾക്കത്തൊന്നുമില്ല, എങ്കിൽ പോലും ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുക ഭൂമി എങ്ങോട്ട് ചലിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ഭൂമി ആ ചേട്ടനുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു ഞാൻ സാറിന് മോള് കൊണ്ടുവന്ന് കൊടുത്താൽ മതിയോ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ അവിടെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നു. അതേസമയം ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. ഈ സമയം കൊണ്ട് സൗഭാഗ്യപുരത്തേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു അതിഥി വരികയാണ്. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു അതിഥി. അപ്പോൾ വണ്ടിയിൽ വന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആരെയും വന്നിരിക്കണേന്നും ചോദിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഓടി ഇറങ്ങി ചെല്ലുന്നു. അത് അജയുടെ പെങ്ങൾ അനുപമയായിരുന്നു വന്നത്. അപ്പോൾ കുഞ്ഞുനാളിലെ അനുപമയും അഭിരാമിയും തമ്മിൽ നല്ല കൂട്ടായിരുന്നല്ലോ, അത് എപ്പോഴും ഇവർ പറയാറുമുണ്ടല്ലോ. അങ്ങനെ അനുപമ വന്ന് ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി അനുപമയുടെ കഴുത്തിൽ കിടന്ന ആ ലോക്കറ്റ് അതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. ഇതിൻ്റെ മോള് പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ എൻ്റെ മുത്തശ്ശി, മുത്തശ്ശി എന്താ ഈ പറയണേന്നൊക്കെ അനുപമ ചോദിക്കാം. പിന്നെ എല്ലാവരുടെയും അടുത്ത് വിശേഷമൊക്കെ പറയുന്നു, എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അനുപമ. എല്ലാവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ ഈ അനുപമയെ കണ്ടിട്ടും വലിയ പിടുത്തമില്ലാതെ നിൽക്കുക ഭവാനി. അപ്പോൾ ഭവാനിയോട് ഈ അനുപമ ചോദിച്ചു എന്ത് പറ്റി, ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്തതുപോലെ എന്നെ നോക്കി നിൽക്കുന്ന ചെറിയമ്മ. അങ്ങനെയൊന്നുമില്ല മോളെ, നിനക്ക് വെറുതെ തോന്നുന്നത്, അത് അഞ്ജനയ്ക്ക് സുഖമില്ലാതിരിക്കുക, അതിൻ്റെ ഒരു ചെറിയ ടെൻഷനാണെന്ന് പറഞ്ഞു. അഞ്ജനയ്ക്ക് എന്താ പറ്റിയേ, അത് ഇന്നലെ അവൾ ഈ സ്റ്റെയറിൽ നിന്നൊന്ന് സ്ലിപ്പായി വീണു, അപ്പോൾ ചെറിയൊരു പ്രശ്നം, ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് വന്നു, അത് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി നീ പോയി അഞ്ജനയെ കണ്ടിട്ട് വരാൻ പറഞ്ഞു അനുപമയോട്. ഞാൻ കാണാൻ മുത്തശ്ശി എന്ന് പറഞ്ഞു. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ പണ്ടത്തെ അഭിരാമിയുടെ കാര്യവും പറയുവാണ്. ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ, ഒരു മനസ്സും ഒരു ശരീരവുമായി ഒരു പകൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് വളർന്നവരല്ലേ നിങ്ങൾ, അവളെ നഷ്ടപ്പെട്ടതിൽ സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയാം. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആ ഒരു ഇതിൽ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ അനുപമ സമാധാനിപ്പിക്കുകയാണ്, അതൊക്കെ സംഭവിക്കും, അഭിരാമിയെ നമുക്ക് തിരിച്ചു കിട്ടും, മുത്തശ്ശി എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് നേരെ ഞാൻ അഞ്ജനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകണം. അവിടെ ചെന്നപ്പോഴത്തേക്ക് അഞ്ജനമോൾ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കണം, ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേക്കും ഭവാനി ഓടി ചെന്നിട്ട് മോളെ ധാര വന്നിരിക്കുന്നതിന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം വിഷയം മാറ്റി വിടുക. നോക്കുമ്പോൾ നമ്മുടെ അനുപമയെ കണ്ടു. അഞ്ജനയ്ക്ക് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല, പക്ഷേ ആക്ടിങ് ചെയ്യണമല്ലോ, ഓവർ ആക്ടിങ് ആയിപ്പോയി കുറച്ച്.
ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോഴത്തേക്ക് ഈ അഞ്ജനയുടെ രീതികളും മട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനുപമയ്ക്കും വലിയ താല്പര്യമില്ല അഞ്ജനയോട്. ഒരു രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അനുപമ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇവളെ ഞാൻ കാണിക്കാൻ ഇപ്പം കെട്ടിയെടുത്തതെന്ന് അഞ്ജന അമ്മയോട് ചോദിക്കാതെ അവളെ സൂക്ഷിക്കണം, അവളെ കാണുന്നത് പോലെ ഒന്നുമല്ല, അവളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കാണിക്കുന്നു എന്നതിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അവൾക്കുണ്ട്. അതുകൊണ്ട് നീ അവളെ നിസ്സാരക്കാരിയായിട്ട് കാണരുത് എന്ന് ഭവാനി മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ലമ്മേ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാവെന്നും പറഞ്ഞു അഞ്ജന. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയുടെ വീട്ടിൽ ചെന്നു. ഭൂമിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭൂമി അവിടെ ഇല്ല. ഭൂമി പോയ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്മി ചേച്ചി പറയും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അജയ്ക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം ഭൂമി പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ ഈ കത്തിൻ്റെ കാര്യം ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പോൾ ലക്ഷ്മി ചേച്ചി പറഞ്ഞു, കത്തുമായിട്ടാണ് ഭൂമി മോള് പോയിരിക്കുന്നത്, എന്താണെന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയാം. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അജയ് നിരാശയോടുകൂടി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അജയുടെ മുന്നിലേക്ക് അനുപമ ചാടി വീഴുന്നത്. അമ്പടി നീ ഇതെപ്പോൾ എത്തിയെന്ന് ചോദിച്ചു. പോലീസ് ഓഫീസറുടെ മുഖത്ത് എന്താ ഒരു വൈക്ലഭ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന പോലെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു താനെന്നുള്ള കാര്യം അജയ് പറയാം. സീരിയസ് മാറ്ററാ, ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. തൽക്കാലം വേണ്ടപ്പം ഞാൻ പറയാമെന്ന് അജയ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണക്കാർ ഒക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അജയ്ക്ക് അതിന് വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം. അപ്പോൾ അത് കേട്ടപ്പോൾ ആശാന് വലിയ താല്പര്യം ഇല്ലല്ലേ ഇതിൽ, എന്താ ഇനിയിപ്പോൾ ഈ കല്യാണം അലമ്പണമെങ്കിൽ ഒരു വാക്കെന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അലമ്പിത്തരാം. എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഈ അനിയത്തിയോട് പറഞ്ഞു, ഈ അനിയത്തി അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിൽക്കുക. നാളുകൾക്ക് ശേഷം അനിയത്തിയെ കണ്ടിട്ടും ഒരു സ്നേഹം ഇല്ലല്ലോട് ആങ്ങളെ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ അനുപമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അജയ് കല്യാണക്കാരും ഇതെല്ലാം പറയണത്. താല്പര്യമില്ലായ്മ ആ ഒരു രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ അത് കൃത്യമായി ക്യാച്ച് ചെയ്യാൻ പറ്റി നമ്മുടെ അനുപമ ഇത് അലമ്പി കൊടുക്കാമെന്നും പറഞ്ഞു. എന്തായാലും ഇനി സൗഭാഗ്യപുരത്ത് അനുപമ കുറച്ച് ദിവസം കാണും. അഞ്ജനയും ഭവാനിയും കുറെ വെള്ളം കുടിക്കേണ്ടി വരും. എന്തായാലും അവരെ മുട്ടുകുത്തിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും നമ്മുടെ അനുപമ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.